വളരെ കോൺസിസ്റ്റന്റ് ആണ്. കടമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ന്യായമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് റെസീറ്റാണ്. അത് ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു സർക്കാർ ഇവിടുത്തെ സർക്കാർ മാത്രമല്ലെന്ന്, ലോകത്തുള്ള മുഴുവൻ സർക്കാരും അങ്ങനെ വായ്പ ഒരു സർക്കാരിന് ഒരു ധർമ്മനിർക്കും ഇഷ്ടം പോലെ വാരിക്കോരി എടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ലീവേ ഉണ്ടായിരുന്നു പണ്ട് കൂടുതലെടുക്കാൻ. ഇപ്പോൾ വളരെ കർശനമാണ്. പബ്ലിക് അക്കൗണ്ട് വഴി നിങ്ങൾ ഡെപ്പോസിറ്റ് മേടിച്ചാലും ഇനിമേൽ സർക്കാർ വായ്പയായിട്ട് കണക്കാക്കും. പൊതുമേഖലാ സ്ഥാപനം കിഫ്ബി എടുക്കുന്ന വായ്പയും ഞങ്ങൾ കണക്കാക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്വാതന്ത്ര്യം സംസ്ഥാനത്തിനുണ്ടെങ്കിൽ അതെല്ലാം പടിപടിയായിട്ടില്ലാതാക്കിയാണ്. അതിനെതിരായിട്ട് ഒരക്ഷരം ഉണ്ടാനായിട്ട് UDF തയ്യാറല്ല. UDF കേരളത്തിലെ ജനങ്ങളോട് പറയണം കേട്ടോ, എങ്ങനെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കിഫ്ബി അതിൻ്റെ പദ്ധതികൾ സമയമുണ്ടല്ലോ, നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴേ പറയണ്ട, സമയമെടുത്ത് പറഞ്ഞേച്ചാൽ മതി. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ നമുക്ക്, ഇല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കണോ? അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സമയമെടുത്ത് തന്നെ തീരുമാനിക്കട്ടെ. പക്ഷെ അതൊന്നും AI-ക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ. ശരി, താങ്ക് യു. എനിക്ക് സമയമായി. അപ്പോൾ വൺ തിങ്, ഹലോ, ഇത് കൊടുക്കണം, കോപ്പി എടുത്ത്. ആൻഡ് നിങ്ങൾക്ക് മറ്റേ കണക്ക് വേണ്ടേ, SCP TSPയുടെ എന്തോ